നിങ്ങളല്ലേ മൗലവി നാദാവത്ത് വന്നല്ലേ നിങ്ങൾ പ്രസംഗിച്ചത്? അബൂജഹലും കൂട്ടരും അള്ളാഹ് ഇബാദത്തെടുത്തോന്നും ഈത്തിക്കാഫിൽ തോന്നും എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞത്? എന്തൊക്കെയാണ് ആ കൊണ്ട് വിളിച്ചു പറഞ്ഞത്? നാദാവത്ത് വന്നിട്ട് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ, ആ സൂറത്ത് പോലും പഠിച്ചില്ലല്ലോ നിങ്ങൾ. എന്തൊക്കെയാ നിങ്ങൾ വിളിച്ചു പറഞ്ഞു? ഞാൻ വിളിച്ചു പറഞ്ഞതാ? ഇതൊക്കെ ഇമാമിങ്ങൾ പറഞ്ഞ. ഇല്ലെങ്കിൽ അതില്ല, നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറഞ്ഞാൽ മതി. സലഫി ബടെ ഹദീസ് ഓതിയത് ഏത്? അവര് മുഹറം 10 നോമ്പെടുത്തിരുന്നു, ഈത്തിക്കാഫ് നേർച്ചയാക്കിയിരുന്നു, തവാഫ് ചെയ്തിരുന്നു, തൽബിയത്ത് ചൊല്ലിയിരുന്നു, ഹജ്ജിന് ചെയ്തിരുന്നു, മുസ്ദലിഫയിൽ എന്തിരുന്നു. ഇതൊക്കെ എല്ലാം നിങ്ങളൊരു പറയും. അതൊക്കെ ഉള്ളതല്ലേ? ഞാൻ ഉണ്ടാക്കിയതാ? അതൊക്കെ ഉണ്ട്. ഇല്ല എന്ന് നിങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറ. ഹദീസ് ഒന്നും ശരിയല്ല എന്ന് നിങ്ങളൊരു പറയും. പറഞ്ഞോ പേരോട്? കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞോ ആ ഹദീസ് ഒന്നും ശരിയല്ല എന്ന് പേരോട് പറഞ്ഞോ? ഞാൻ ചോദിച്ചിരുന്നു മൂപ്പരോട്, അബൂജഹലിന്റെ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ അറേബ്യൻ ജാഹിലിയത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഒരു നേർച്ച ചെയ്തിരുന്നു. മുസ്ലിമാകുന്നതിന്റെ മുമ്പത്തെ സംഭവമാണ്. എന്താ നേർച്ചയാക്കിയത്? എഴുത്തിക്കാഫിരിക്കാൻ നേർച്ചയാക്കിയിരുന്നു. പണ്ട് മുസ്ലിമായതിന്റെ ശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചു, ഓ നബിയേ, ജാഹിലിയ കാലത്ത് ഞാനൊരു നേർച്ച നേർന്നിരുന്നു, എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിരുന്നു. എഴുത്തിക്കാഫിരിക്കാൻ മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാഫിരിക്കാൻ നേർച്ച നേർന്നിരുന്നു. നബിയെ, ഞാനത് പാലിക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിച്ചപ്പോ എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഉമറേ, നീ ഒരു സങ്കല്പത്തിലുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, അതുകൊണ്ട് അത് വേണ്ട. കുട്ടികളുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, കൂറുകാരനുള്ള അള്ളാഹ്ക്ക് നേർച്ചയാക്കിയതല്ലേ, പരലോകത്ത് മനുഷ്യരെ ജീവിപ്പിക്കാൻ കഴിയാത്ത അള്ളാഹ്ക്ക് നീ നേർച്ചയാക്കിയതല്ലേ, അതൊന്നും നമ്മൾ പറയുന്ന അള്ളയല്ല. അതുകൊണ്ട് നീ അന്ന് നേർച്ചയാക്കിയ നേർച്ചയൊന്നും മുസ്ലിം ആയതിന്റെ ശേഷം നീ വീട്ടേണ്ടതില്ല ഉമറേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ പേരോടെ? നിങ്ങൾ അതല്ലേ നിങ്ങൾ പറയേണ്ടത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ സംശയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ജാഹിലിയ കാലത്ത് അന്ന് നേർച്ചയാക്കിയ എഴുത്തിക്കാഫിന്റെ നേർച്ച ഉമറേ നീ വീട്ടണം ഉമറേ, ആ നേർച്ച നീ വീട്ടിക്കൊള്ളണം ഉമറേ, എഴുത്തിക്കാഫിരിക്കണം ഉമറേ എന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പേരോടിനത് നിഷേധിക്കാനാകുമോ? പേരോടെന്തേ ഇവിടെ വന്നിട്ട് അത് നിഷേധിക്കാഞ്ഞത്? ഒരു ഖുൽ യാ അയ്യുഹൽ കാഫിറൂനെങ്കിലും പഠിച്ചുകൂടായിരുന്നോ എന്ന് എന്നോട് ചോദിച്ചില്ലേ? അപ്പോഴല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ ഈ എണ്ണിയ ഓരോ സംഭവങ്ങളും അത് റാസിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. പലതും റാസിയിലുണ്ട്, പലതും ബുഖാരിയിലുള്ളതാണ്, പലതും ഖുർത്തുബിയിലുള്ളതാണ്, പലതും തബരിയിലുള്ളതാണ്. അങ്ങനെ പല കിതാബുകളിലും നിറഞ്ഞു കിടക്കുന്ന സംഗതിയാണ്. ഇവരോടൊക്കെ നിങ്ങളൊന്ന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ പഠിക്കാൻ പറയുമോ? അബൂജഹലും അവന്റെ പാർട്ടിയും മുശ്രിക്കുകൾ പല രൂപത്തിലുള്ള ആരാധനകൾ അള്ളാഹ്ക്ക് വേണ്ടി എന്ന അവരുടെ ന്യായപ്രകാരം അവർ ചെയ്തിരുന്നു എന്നത് തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോ പേരോടിന് മിണ്ടാൻ സാധിച്ചോ? ഒരൊറ്റ എണ്ണത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞോ? എന്തെല്ലാം എണ്ണി പറഞ്ഞു? തവാഫിനെ പറ്റി പറഞ്ഞില്ലേ? മുസ്ദലിഫയുടെ കാര്യം പറഞ്ഞില്ലേ? അതേപോലെ തന്നെ അവർ നടത്തിയ ഇത്തികാഫിനെ പറ്റി പറഞ്ഞില്ലേ? അതേപോലെ തന്നെ ആശൂറ നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ? അങ്ങനെ ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞിട്ട് മറുപടിക്ക് വന്നതാനും പറഞ്ഞിട്ട് ഒരെണ്ണത്തുമെങ്കിലും തൊടാൻ നിങ്ങൾക്ക് സാധിച്ചുവോ? ആവർത്തിച്ച് ചോദിക്കുന്നു പേരോടിനോട്. ഞാൻ ആ വായിച്ച ഹദീസുകൾ, ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ബുഖാരിയിലെ ഹദീസുകൾ, ഇത്തികാഫിന്റെ ഹദീസ്, അശൂറ 10 നോമ്പ് നോറ്റിരുന്നതിന്റെ ഹദീസ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഞാൻ അന്ന് പറഞ്ഞല്ലോ. അതൊക്കെ നിങ്ങൾ പറഞ്ഞത് പച്ചക്കള്ളമാണ് മൗലവി. ഒരൊറ്റ കിതാബിലും അത് വന്നിട്ടില്ല. ബുഖാരി അങ്ങനെ ഇല്ല, അതല്ലെങ്കിൽ ഇമാമിങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ വകയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ ചോദിച്ചിട്ട് നിങ്ങൾ എന്തേ കാമാ എന്നൊരു മറുപടി അതിന് നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞില്ലല്ലോ. ഈ ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ? ജനങ്ങളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് വെറുതെ പറഞ്ഞതാണെന്ന്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? വേറെ രസമുണ്ട്. ഒന്നിനും പറഞ്ഞില്ല എന്ന് പറയണ്ട, ഒന്ന് മൂപ്പര് പറഞ്ഞു. എന്താ? ആശൂറ 10 നോമ്പിനെ പറ്റി. ആശൂറ 10 എന്നൊരു പ്രയോഗം ഉണ്ട് ആളുകൾക്ക്. മുഹറം 10 ആശൂറ എന്നാ പറയാ. അപ്പോ മുഹറം 10 നോമ്പ് അബൂജഹൽ ആശൂറ നോമ്പ് എടുത്തുത്രേ. മുപ്പരതിനെ പരിഹസിക്കുകയാണ്.
അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. എന്നിട്ട് അതിന് പറഞ്ഞ മറുപടി ഭയങ്കര രസാട്ടോ. അത് മാത്രം മൂപ്പരൊന്ന് കണ്ണിക്കാൻ വേണ്ടി ശ്രമിച്ചത്, അത് മാത്രം തൊട്ടത്. അതിനെപ്പറ്റിയുള്ള മൂപ്പരുടെ കമന്റ് നിങ്ങളൊന്ന് കേട്ടോളൂ, ഞാൻ നിങ്ങൾക്ക് ബാക്കി പറഞ്ഞുതരാം. എന്തായാലും മൂപ്പരുടെ മറുപടി ശരിക്ക് കേട്ടോളി. ആശൂറാ നോമ്പെടുത്തിട്ടില്ലേ? അബൂജഹൽ ആശൂറാ നോമ്പെടുത്തിനോലോ? ആശൂറാ നോമ്പെടുത്തിട്ട് മൂർച്ചിട്ടുണ്ടാവും. ആശൂറാ നോമ്പെടുത്താല് അള്ളാഹുവിന് വിശ്വാസമാവോ? ആശൂറാ നോമ്പെടുത്ത അള്ളാഹുവിന് വിശ്വാസ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞോ അള്ളാഹുവിന്റെ വിശ്വാസം തന്നെ ആശൂറാ നോമ്പെടുക്കലാണ്? എന്താണ് മൗലവി പറഞ്ഞത്? എന്താ പേരോടെ ഇപ്പൊ ഈ പറഞ്ഞത്? എന്താ ഇയാൾ ഈ പറഞ്ഞത്? മൂപ്പര് വലിയ കാര്യത്തിലേക്ക് അബൂജഹൽ ആശൂറ